ഹായ് ഓൾ, ഫൈനാൻസ് ഫോറത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടോം. ഇദ്ദേഹം ഒരു ബിസിനസ് ഓണറാണ്. അപ്പോൾ ടോമിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് നിങ്ങൾക്ക് കാനഡയിൽ വന്നതിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു എൻജിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ബിസിനസ് ഐഡിയനെ പറ്റി കാനഡയിൽ വന്നതിന് ശേഷം ചിന്തിച്ചത്? അപ്പോൾ അതിന് നിങ്ങൾ ഫോളോ ചെയ്ത കുറച്ച് സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വ്യൂവേഴ്സിന് കുറച്ചും കൂടി നന്നായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ആദ്യമായിട്ട് തന്നെ എന്നെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് താങ്ക്സ് വിപിൻ. ഇപ്പോൾ ഒരു ബിസിനസ് ഓണർ എന്നൊക്കെയുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മാത്രമുള്ളൊരു വലിയ ബിസിനസ് ഓണർ ഒന്നും ആ ഒരു ലെവലിലോട്ട് ഞാൻ വളർന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറേ വർഷങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് കാനഡയ്ക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ബിസിനസ് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ. എനിക്കൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയിൽ ലാൻഡ് ആയിട്ട് ഇപ്പോൾ ഏകദേശം എത്ര നാളായിട്ടുണ്ടാകും? കാനഡയിൽ ഞാൻ 2022 ഓഗസ്റ്റിൽ വന്ന, ഇപ്പോൾ ഏകദേശം കോവിഡിൻ്റെ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ കോവിഡിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. തീർച്ചയായിട്ടും അതെ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് മന്തിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെക്കമെൻഡേഷനിൽ എനിക്കൊരു ജോലി കിട്ടിയിരുന്നു. എൻജിനീയറിംഗ് ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയിരുന്നു. നല്ല ശമ്പളമുള്ള ജോലിയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ 2022 അത് കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇവിടുത്തെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ കുറച്ചൊന്ന് ചേഞ്ചായി വന്നതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലോട്ട് വരുന്നുണ്ടായിരുന്നു. ബിസിനസ്സുകൾ ഭയങ്കരമായിട്ട് അഫക്റ്റ് ആകാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജോലി പോയി. പക്ഷേ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ പേ ചെക്ക് വരുന്ന കൂട്ടത്തിൽ ഒരു വലിയൊരു എമൗണ്ട് നമ്മൾ ടാക്സ് ആയിട്ട് ഡിഡക്റ്റ് ആകുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന സാലറി ഒന്നും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല, ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് വരുന്നത്. അപ്പോൾ ബിസിനസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഫസ്റ്റ് വരുന്നത് എൻ്റെ മൈൻഡിൽ, ആ ഒരു തോട്ട് വരാനുള്ള കാരണം എന്തുകൊണ്ട് നമ്മൾ എങ്ങനെ ടാക്സ് നമ്മൾ ഈ പേ ചെയ്യുന്ന കുറയ്ക്കാം എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ബിസിനസ് കോൺസെപ്റ്റ് വരുന്നത്. പക്ഷേ ബിസിനസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ലേ ഓഫ് ആയതാണ്. ഇപ്പോൾ ജോലിയിൽ ഇപ്പം മോസ്റ്റ്ലി കാനഡയിലുള്ള എല്ലാ ആൾക്കാരും മോസ്റ്റ്ലി ആൾക്കാർക്കും ഉള്ള ഒരു ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ജോലിയുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇൻകം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സേഫ് കംഫർട്ട് സോണിൽ ഇങ്ങനെ പോവുക, എല്ലാ മാസവും ശമ്പളം വരുന്നുണ്ട്. പക്ഷേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. നമ്മളൊരു ഇനീഷ്യലി നമുക്ക് എല്ലാ മാസവും ഇൻകം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി വേരിയേഷൻസ് വരാം. എല്ലാ മാസവും നമുക്ക് ഇൻകം കിട്ടിയെന്നും വരത്തില്ല. ഇനീഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരെണ്ണം സ്റ്റാർട്ട് എന്തുകൊണ്ട് ചെയ്യണമെന്നുള്ളതിന് കാരണം ടാക്സാണ്. പക്ഷേ എന്തിന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിന് കാരണം ലേ ഓഫാണ്. കാരണം ജോലി പോയി കഴിഞ്ഞപ്പോൾ വേറെ ഓപ്ഷനില്ല. ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടാണ് ബിസിനസ്സിലോട്ട് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പം നമ്മളൊരു കൺസെപ്റ്റ് ഒരു കൺസെപ്ച്വലൈസേഷൻ ചെയ്യണം. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ എന്ത് ടൈപ്പ് ബിസിനസ്സാണ്, അതിന് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരും, എന്ത് കോസ്റ്റ്, അല്ല അതിനാൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ റണ്ണിങ് കോസ്റ്റ് എന്തായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ റിസർച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് റിട്ടേൺ അതിൽ വരാം, എന്ത് ഓപ്പറേഷണൽ കോസ്റ്റ് വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും കാൽക്കുലേഷനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഒരു നോട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് എന്ത് ഇൻകം വരും എന്നുള്ള കാര്യങ്ങളിലൊരു ഒരു ഐഡിയ ആദ്യമേ വേണം. അതൊന്നും ഇല്ലാതെ നമ്മൾ ചുമ്മാ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് ഒത്തിരി എക്സ്പെൻസുകളിലോട്ടാണ്. നമ്മൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ വരാത്ത അവസ്ഥയിലോട്ട് വരും. അപ്പോൾ ഞാൻ ബിപിൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പോർഷൻ ഞാൻ ആൻസർ ചെയ്തെന്ന് വിചാരിച്ചു. എന്തിന് ബിസിനസ് ഈ രണ്ട് ക്വസ്റ്റ്യൻ. പിന്നെ ഞാൻ ചെയ്തത് ആദ്യമേ ഞാൻ പറഞ്ഞു ഞാനൊരു വലിയ ബിസിനസ് ഓണറൊന്നുമല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ജോലി പോയി കഴിഞ്ഞിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വണ്ടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഊബർ സ്റ്റാർട്ട് ചെയ്യാം. ഞാനും അതിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഊബർ ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റാതെ ഇറ്റ്സ് എ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ബട്ട് പാർട്ട് ഓഫ് എ ബിസിനസ്. കാരണം ബിസിനസ് അല്ലെ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്തുകൊണ്ട് നമ്മളൊരു ജോലിയേക്കാളും ബെറ്റർ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈവൻ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും അല്ലെ ഒരു ബിസിനസ് ആണെങ്കിലും നമുക്ക് ഒത്തിരി എക്സ്പെൻസുകൾ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഗുണം ഇതിനകത്തുള്ളതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടൊരു ബിസിനസ് അല്ലെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്, പ്രത്യേകിച്ച് കാനഡയിൽ. അതായത് ഒരു ബിസിനസ് ചെയ്യാനുള്ള റീസണാണ് പറഞ്ഞു വരുന്നത്. അതെ, അതായത് എലിജിബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് ബിസിനസ്സുകാർക്ക് കാനഡയിൽ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, ടാക്സ് ആണ് മെയിൻലി. ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഫാമിലി, കാനഡയിലുള്ളൊരു ഫാമിലി, നമ്മൾ ഇപ്പോൾ ഇവിടെ റെഗുലറായിട്ട് നമുക്കുള്ള എക്സ്പെൻസുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെൻറ്റോ അല്ലെ മോർഗേജോ, ഫുഡ് എക്സ്പെൻസുകളോ, ഗ്രോസറിയോ, അല്ലെങ്കിൽ നമ്മുടെ അസോസിയേറ്റുള്ള വെഹിക്കിൾ ഇൻഷുറൻസോ, ഇതൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഒരു പരിധി കൂടുതൽ ഇതിനെ കട്ട് ചെയ്യാനും പറ്റത്തില്ല. ഇത് ഇനിയുള്ള കാലത്ത് ഇത് നമുക്ക് ഒട്ടും കുറയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ പേ ചെയ്യുന്ന ടാക്സിൽ നിന്ന് എങ്ങനെ നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു ജോലിയാണെങ്കിൽ, നിങ്ങളുടെ ജോലിയിൽ നിന്ന് നാളെ നിങ്ങൾക്ക് ശമ്പളം കൂടിക്കൂടി വരുവാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ ടാക്സ് പേ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ ഒരു സേവിങ്സ് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എങ്ങനെ നമുക്ക് ഒരു ജോലിയുടെ കൂടെ ചെറുതായിട്ടെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ഇൻകോർപ്പറേഷനോ ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തൊരു വലിയ കാര്യം. അപ്പം ഏതൊക്കെ രീതിയിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ല ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഡിപ്പെൻസ്, പല കാര്യങ്ങളും അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വന്നത് ബിസിനസ് തുടങ്ങാനുണ്ടായ സാഹചര്യം, അത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു സിനാരിയോസ്, ഇങ്ങനെയുള്ള പല ഭാഗങ്ങളാണ്. അപ്പോൾ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ അത് എളുപ്പമായിരിക്കും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു യു? ഡെഫിനറ്റ്ലി എളുപ്പമല്ല. പ്രത്യേകിച്ച് നമുക്ക് ഓൺ ദ വേയിലാണ് നമ്മുടെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത്. ഒരു കാര്യങ്ങൾ ഇവിടെ ബിസിനസ് എന്നല്ല, എന്ത് കാര്യങ്ങളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലെല്ലാം ഒന്നും എളുപ്പമായിരിക്കത്തില്ല. പക്ഷേ നമ്മൾ ബിസിനസ്സിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയിലാണുള്ളത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല, മറ്റ് രാജ്യങ്ങളിലുള്ള നാട്ടിലെ അവസ്ഥയൊന്നും ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് വരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇവിടെ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനൊരു ബിസിനസ് ചെയ്യണം, നമുക്കൊരു ഫ്രീഡം ഉണ്ട് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാനോ, ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കമ്പനിയോ അല്ലെ ഒരു ഇൻകോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഫ്രീഡം, ഓപ്പർച്യൂണിറ്റി ഇവിടെ വളരെ ഇതുണ്ട്. നമുക്ക് ആരുടെയും ഹെൽപ്പ് ആവശ്യമില്ല. ഞാൻ എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്തത്, ഞാൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇൻകോർപ്പറേഷനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റാറ്റസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും വർക്ക് പെർമിറ്റിലാണ്. ഈ ഇൻകോർപ്പറേഷൻ ഇവിടെയുള്ള പല പ്രൊവിൻസുകളിലും നമുക്ക് ഇൻകോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വർക്ക് പെർമിറ്റിൽ പറ്റത്തില്ല. ആകെ 2 പ്രൊവിൻസുകളെങ്ങാണ്ടാണ് ഇൻകോർപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻകോർപ്പറേഷൻ എന്തുകൊണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ട് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, എന്താണ് ഈ 2 ബിസിനസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളൊരു ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ബിബിന് അതിനെക്കുറിച്ച് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇൻകോർപ്പറേഷനായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ടാക്സിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഇൻകോർപ്പറേഷൻ ടാക്സ് കുറവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകുമ്പോൾ അത് നമ്മുടെ പേഴ്സണൽ ഇൻകം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകത്തിനനുസരിച്ചുള്ള ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു 20% ടാക്സിലാണ് സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നു റിവിഷൻ വന്നിട്ടുണ്ട് ടാക്സ് റേറ്റിൽ, അതായത് മാർജിനിലാണ്. പക്ഷേ ഇൻകോർപ്പറേഷൻ ടാക്സ് വരുമ്പം ഏകദേശം 12%, 12.5% ടാക്സ് വരുന്നുള്ളൂ. പക്ഷെ അവിടുത്തെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകുമ്പോൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു മൂവിങ് കമ്പനിയാണ്. മൂവിങ് കമ്പനി കാർഗോ ഡെലിവറി സർവീസസ്. ഇപ്പോൾ ഞാൻ US കാനഡ ക്രോസ് ബോർഡർ ട്രാൻസ്പോർട്ടേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എക്സ്പെഡൈറ്റഡ് സർവീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ കമ്പനിയുടെ ഒരു ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിളാണ്. അപ്പോൾ വെഹിക്കിളാകുമ്പോൾ ഈ ഇൻകോർപ്പറേഷനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻകോർപ്പറേഷൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. പക്ഷേ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകുമ്പോൾ അത് പേഴ്സണൽ ലയബിലിറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നാളെ നമ്മളുടെ ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് ഒരു ബാഡ് സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ
പേഴ്സണൽ ലയബിലിറ്റി ആയിട്ട് സോൾ തുടരും. പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ അത് പേഴ്സണൽ ലയബിലിറ്റി ആയിട്ട് തുടരുകയും ഇൻകോർപ്പറേഷൻ ആണെങ്കിൽ അത് ഇൻകോർപ്പറേഷന്റെ ലയബിലിറ്റി, അതിനകത്ത് പേഴ്സണൽ ലയബിലിറ്റീസ് ഇല്ല എന്നുള്ളതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ അതായത് പറഞ്ഞു വരുന്നത്, ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഏതൊരു ബിസിനസ് ഐഡിയ ആണെങ്കിലും അതിനെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റിലേക്കാണ് പറഞ്ഞു വരുന്നത്. അതെ. ഇപ്പോൾ ബിസിനസ് മുന്നോട്ട് പോകുമ്പം ചലഞ്ചസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ചലഞ്ചസ് വരും. ചലഞ്ചസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ക്രോസ് ബോർഡർ US കാനഡ ഡെലിവറി എക്സ്പെഡൈറ്റഡ് ഡെലിവറി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളുള്ള പേയ്മെൻറ്റ് ടേംസ് തന്നെ 10-45 ദിവസമൊക്കെയാണ് അവരുടെ മാർജിൻ വരെ. ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 45 ദിവസത്തിന് സർവീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സിമ്പിളാണ്. നമ്മളൊരു കമ്പനിയായിട്ടാണ് കോൺട്രാക്ട് ചെയ്യുന്നത്. അവർക്ക് ഒരു പേയ്മെൻറ്റ് വരുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം ഫ്രെയിമും കഴിഞ്ഞിട്ടാണ് അവർ നമുക്ക് പേ ചെയ്തത്. അപ്പോൾ ഈ 45 ഡേയ്സിൻ്റെ ടൈം ഫ്രെയിമിൽ നമുക്ക് പേയ്മെൻറ്റ് വരേണ്ട സമയത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ സാധനം അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ എൻ്റെ കേസിൽ, എൻ്റെ ബിസിനസ്സിൻ്റെ കേസിൽ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡ പോസ്റ്റിൻ്റെ സ്ട്രൈക്ക്. കാരണം നമ്മളുടെ കമ്പനി, അതായത് ഞാൻ കോൺട്രാക്ട് ചെയ്തേക്കുന്ന കമ്പനിക്ക് ചെക്ക് ത്രൂ ആ പേയ്മെൻറ്റ് വരുന്നത്. ഇത് വരുന്നത് കാനഡ പോസ്റ്റിനാണ്. ഇപ്പോൾ കാനഡ പോസ്റ്റിൻ്റെ സ്ട്രൈക്ക് നമ്മളാരും എക്സ്പെക്ട് ചെയ്തതല്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് 2-3 വീക്സായിട്ട് ഹോൾഡിൽ അടക്കുക. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാം. ബിസിനസ്സിലാകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലും അതിനുള്ള ഒരു ബാക്കപ്പ് പ്ലാൻ റെഡിയാക്കി വെച്ചിരിക്കണം. എപ്പോഴും നമ്മൾ വേണ്ടത് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയും. നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് എത്ര റിസ്ക് ഉണ്ട്, ഇത് എന്തെങ്കിലും ഒരു കാരണത്തിൽ ഇത് നമുക്ക് പേയ്മെൻറ്റ് വരാതിരുന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ക് ഫയർ ആയിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു എഫക്റ്റ് വന്നാൽ നമുക്ക് എത്ര നാൾ സർവൈവ് ചെയ്യാൻ പറ്റും. ആ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് ആഫ്റ്റർ എഫക്ട്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അതിൻ്റെ ആഘാതം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്യുമ്പം തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു പിക്ചറാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് പുറമെ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഇപ്പം ഞാൻ റൺ ചെയ്യുന്ന ബിസിനസ്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയും കാര്യങ്ങൾ അഫക്റ്റ് ആവാറുണ്ട്. ഇപ്പം എസ്പെഷ്യലി ഈ നമ്മൾ ചെയ്യുന്ന ഈ ട്രക്കിംഗ് ബിസിനസ്സിനോട് അസോസിയേറ്റഡ് ആയിട്ടൊരു ബിസിനസ്സാണ് ഈ ഡെലിവറി സർവീസസ്, ഈ എക്സ്പെഡൈറ്റഡ് ഡെലിവറി എന്ന് പറയുന്ന സംഭവം വരുന്നത്. അപ്പോൾ ഇതിനെ എല്ലാ തരത്തിലുള്ള ഫാക്ടേഴ്സ് അഫക്റ്റ് ആവും. ഇപ്പം US അടുത്തതായിട്ട് ഇപ്പോൾ ട്രംപ് ഗവൺമെൻറ് വരുവാണ്. അവർ താരിഫ് കൊണ്ടുവരുന്ന ചേഞ്ചസ് നമ്മളെ എഫക്റ്റ് ചെയ്യും. അത് ഡെഫിനറ്റ്ലി എഫക്റ്റ് ചെയ്യും. കാരണം കാനഡയിൽ നിന്ന് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ താരിഫ് വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ മേടിക്കുന്നത് കുറയ്ക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കുറയും. ഇത് അഫക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രീനെ തന്നെ. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും അഫക്റ്റ് ആകും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു ചെറിയ ചേഞ്ച് അല്ല, ഇറ്റ്സ് എ ബിഗ് ചേഞ്ച്. ഒരു ഗവൺമെൻറ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ചേഞ്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടറുകളൊക്കെ ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വേറെ ഒത്തിരിയും കാര്യങ്ങൾ ഇതിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ ബിബിനോട് ഇതിന് പേഴ്സണൽ ടോക്കിൽ സംസാരിച്ചൊരു കാര്യമാണ്. ഈ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ, ഇപ്പോൾ ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 100,000 ട്രക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഡിമാൻഡ് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഓൾറെഡി അവൈലബിലിറ്റി ഉണ്ട്, ഓക്കെ, ഇൻവെൻട്രി അവൈലബിലിറ്റി ഉണ്ട്, പക്ഷേ ഡിമാൻഡ് ഇല്ലാതെ വരുമ്പോൾ ഇൻവെൻട്രി എന്തെങ്കിലും ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ റേറ്റ് കുറയ്ക്കും. അപ്പോൾ റേറ്റ് കുറയുന്നതനുസരിച്ച് ഇത് റൺ ചെയ്യാനുള്ള ഒരു ഫീസിബിലിറ്റി ഉണ്ടല്ലോ, അത് കുറഞ്ഞു വരും. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷത്തെ ഒരു ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരു റേറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇല്ല, അത് കുറഞ്ഞു. അതായത് ആ ഒരു ഡിക്ലൈൻ വന്നുകൊണ്ടിരിക്കും, കൂടുതലും ബിസിനസ്സുകളിലേക്ക്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഫ്യൂവൽ കോസ്റ്റ്. ഇപ്പോൾ കാനഡയിലെ ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കാർബൺ ഡയോക്സൈഡും എല്ലാം കൂടെ വന്ന് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്ന സമയമാണ്. ഞാൻ ഇപ്പോൾ US കാനഡ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് കാനഡയിലെ ഫ്യൂവലിൻ്റെ കോസ്റ്റിൻ്റെ ഹാഫ് പ്രൈസിൽ വരെ ഞാൻ പോയിട്ട് US പെട്രോൾ അടിച്ചു, ഓൾമോസ്റ്റ് ഹാഫ് പ്രൈസിൽ. അവിടുത്തെ ഈ വാൾമാർട്ട് പോലത്തെ ഇതിലൊക്കെ വളരെ ചെറിയ കോസ്റ്റ്, ഓൾമോസ്റ്റ് ഹാഫ് കോസ്റ്റിൽ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയുടെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30% മുകളിലാണ് നമ്മുടെ ഫ്യൂവൽ കോസ്റ്റ് മാത്രം വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂവലിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ
US പോയിട്ട് ഒരു പെട്രോൾ അടിക്കുമ്പോൾ നമ്മളുടെ ആ കോസ്റ്റിൽ ഓൾമോസ്റ്റ് 60% ഓളം, അതായത് 40% പ്രോഫിറ്റ് വരിക, പ്രൈസിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് തീരെ കുറവോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് മാർജിൻ കുറച്ചുകൂടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരിയും കാര്യങ്ങളും ഇങ്ങനെയുള്ള നമ്മൾ അപ്പം ഒരു ബിസിനസ് തുടങ്ങി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. എന്തൊക്കെ കൂടുതൽ എങ്ങനെ ഇതിനെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രോഫിറ്റബിൾ ആക്കാം, എങ്ങനെ കോസ്റ്റ് കട്ട് ചെയ്യാം. ഒരു ലോസ് അല്ല, എവറിത്തിങ് ഈസ് യു ആർ ഗെയിനിങ് സംതിങ്, ഒരു നോളജ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെ അതെ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കാനഡ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഇമിഗ്രൻ്റ് രാഷ്ട്രമാണ്. ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് തൊട്ട് വർക്ക് പെർമിറ്റിലുള്ളവരുണ്ട്, പെർമനൻറ്റ് റെസിഡൻസ് ആയിട്ടുള്ളവരുണ്ട്, സിറ്റിസൺസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും തോട്ട് പ്രോസസ്സിൽ ഈവൻച്വലി ഒരു ബിസിനസ് ഉണ്ട് എങ്കിൽ അത് നല്ലതായിരിക്കുമോ മോശമായിരിക്കുമോ? ഡെഫിനറ്റ്ലി. ഞാൻ തുടക്കം മുതലേ പറഞ്ഞു വരുന്നൊരു കാര്യം ഇത് തന്നെയാണ്. ഇപ്പോൾ കാനഡയിൽ നമുക്ക് ഏറ്റവും വലിയൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ആണ്. അപ്പോൾ ടാക്സിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി. പക്ഷേ പല ആൾക്കാരും ഇതിനകത്ത് ഒന്ന് മടിച്ചിരിക്കുന്നതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഞാൻ ആദ്യമേ കുറച്ച് അൺഫോർസീൻ എക്സ്പെൻസ് എന്നല്ല, ആൾക്കാർക്ക് പേടിയാണ് ആക്ച്വലി ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കാവുമോ എന്നുള്ള ഒരു ചെറിയ പേടിയുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ഒരു സജഷൻ, എൻ്റെ പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലുള്ള എല്ലാ ആൾക്കാരും ഒരു ബിസിനസ് എങ്കിലും തുടങ്ങണം എന്നൊരു തോട്ട് പ്രോസസ്സ് എപ്പോഴും കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് നിങ്ങളെ ഇവൻച്വലി ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ എ പീരീഡ് നമുക്ക് ഹെൽത്ത് ചലഞ്ചസും വരും. ഈ ഒരു വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അത്യാവശ്യം ഒരു 50 പൗണ്ടിൻ്റെ ലിഫ്റ്റ് ചെയ്യേണ്ട കപ്പാസിറ്റി ഉള്ള ഒരാൾ, ഒരു 30s ഒരു early 40s ഓക്കെയാണ്. പക്ഷെ ഒരു 40+ ഒക്കെ ആയാൽ 50 ആയി കഴിയുമ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റ് ഏജ് ആകുന്നില്ല. അപ്പോൾ ഈ ലിഫ്റ്റിംഗ് പോലത്തെ ജോലികൾ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ ജോലി എന്ന് പറഞ്ഞൊരു സംഭവം വയബിളായിട്ടുള്ള ഓപ്ഷനല്ല. അപ്പം നമുക്ക് എപ്പോഴും വേണ്ടത് ഇങ്ങനൊരു കോൺസെപ്റ്റാണ്. ചില ബിസിനസ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൺസ് അത് കുറച്ച് നാൾ അത് എസ്റ്റാബ്ലിഷ് ആകുന്നതിനും വരെ നമുക്ക് എഫർട്ട് ഇടുവാണെങ്കിൽ അത് നമ്മൾക്ക് നല്ലൊരു റിട്ടേൺ തിരിച്ചു തരും. ഈവൻ നമുക്ക് വലിയൊരു എഫർട്ട് ഉണ്ട്, അത് മാനേജ് ചെയ്യാനുള്ള ഒരു എഫർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റിട്ടേൺ നമുക്ക് തിരിച്ചുകൊണ്ട് തരും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാ ആൾക്കാരും, ഇപ്പം പല ആൾക്കാരുടെയും ഒരു കൺസെപ്ച്വൽ പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റുഡൻ്റാണ്, അപ്പോൾ എനിക്ക് നാളെ PR കിട്ടുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. വർക്ക് പെർമിറ്റ് വന്നു കഴിയുമ്പോൾ പറയും നാളെ എനിക്ക് PR കിട്ടുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല, PR ആകട്ടെ എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഇവിടെ ഇൻകോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് $440 ആവുള്ളൂ. $90 എനിക്ക് തോന്നുന്നു ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ. അത്രയും കോസ്റ്റേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വലിയ ലോസ് വരാനില്ല. അപ്പം നിങ്ങൾ എല്ലാ ആൾക്കാരും ചിന്തിക്കേണ്ടത് ഏറ്റവും കുറവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും. അല്ല എനിക്ക് ഇത് വരട്ടെ, ഞാൻ PR വരട്ടെ, അല്ലെ അത് വേറൊരു സ്റ്റാർട്ടപ്സിലോട്ട് വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആരും ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PR ആയിട്ട് വരുമ്പോൾ പിന്നെ നമ്മുടെ ഏജ് കൂടും, കമ്മിറ്റ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി കൂടും, നമുക്ക് അതിന് സമയമില്ലാതാവും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു ഓൺട്രപ്രണർ മെൻറ്റാലിറ്റി ഉള്ളതാണ് എല്ലാവർക്കും നല്ലത്. അതായത് അദ്ദേഹം പറഞ്ഞു വരുന്നത് പ്രൊക്രാസ്റ്റിനേറ്റിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വന്ന എനിക്കാണെങ്കിൽ പോലും കാര്യങ്ങൾ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്. ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ ഉള്ള ആളുകൾ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ നോ മാറ്റർ വാട്ട് യുവർ സ്റ്റാറ്റസസ്, ഇപ്പോൾ ഒരു വർഷമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ എങ്കിൽ ആ ഒരു വർഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ തിങ്ക് ചെയ്യുക. അതല്ലാതെ ഒരു വർഷം കഴിഞ്ഞ് എന്ത് ചിന്തിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നൊരു പിക്ചറിലേക്ക് അല്ല തോട്ട് പ്രോസസ്സ് പോകേണ്ടത്. ശരിയാണോ? ഇതല്ലേ പറഞ്ഞു വരുന്നത്? സെയിം തിങ്. അതായത് വർക്ക് പെർമിറ്റിൽ ഇരിക്കുന്നവർ വിചാരിക്കും PR കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. PR കിട്ടുമ്പോൾ കുട്ടികളായി, കല്യാണം കഴിക്കുന്നു, അടുത്ത ബാധ്യതകളിലേക്ക് വരുന്നു, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റപ്പെടുന്നു. പിന്നെ ഒരു 30-40 വർഷം ആ ഒരു ലയബിലിറ്റീസിനെ സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ ജീവിക്കുന്നു. തീർച്ചയായിട്ടും. അത് കഴിയുമ്പോൾ വരവ് നിൽക്കുന്നു, പിന്നീട് നമ്മൾ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മേജർ ആളുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏഷ്യൻ കമ്മ്യൂണിറ്റീസ് ഇവിടെ വരുന്ന ആളുകൾ ആ ഒരു റിട്ടയർമെൻറ്റ് ഏജിലേക്ക് എത്തുന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ശരിയാണോ? സീരിയസ്ലി യെസ്. ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞ വർഷവും അതിന് മുമ്പുള്ള വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം ക്ലോസ് ടു 1 മില്യൺ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റീസെൻ്റ്ലി വരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ +2 കഴിഞ്ഞിട്ട് ആൾക്കാർ ഈ പോരുക.
19 വയസ്സിലാണ് വരുന്നത്. അപ്പോൾ ഈ 20 വയസ്സല്ല ഏർലി 20s ഉള്ള ആൾക്കാർ വിചാരിക്കുന്നത്, അവർ ഒരിക്കലും ചിന്തിക്കത്തില്ല 50 കുറിച്ചോ അല്ലെ 60 എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവർ വറീഡേ അല്ല. അതുകൊണ്ടാണ് അതുമല്ല, അവർക്ക് ഒത്തിരിയും ലൈഫ് എക്സ്പീരിയൻസ് ഒത്തിരിയും അധികം ഇല്ല, അവരതിനെക്കുറിച്ച് വറീഡല്ല. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ആൾക്കാരും എത്ര ഏർലി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ, ഒരു എൻ്റർപ്രണർ മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അത്രയും ബെസ്റ്റാണ്. അതായത് ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ പ്രായം കൂടി വരുമ്പോൾ ഉള്ള ആ ഒരു ഫിനാൻഷ്യൽ ബർഡൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ശരിയാണോ? അതും വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കറക്ഷൻ ടൈം പീരീഡ് ഉണ്ട്. ഇപ്പം ഏർലി 20s ഒരാളൊരു ബിസിനസ് തുടങ്ങുവാണ്, എന്തെങ്കിലും ഒരു ഇത് പറ്റിയാലും യു ഹാവ് സ്റ്റിൽ ടൈം, റിക്കവർ ചെയ്യാനുള്ള ടൈമുണ്ട്. അതേസമയം ഒരു 40-45 ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള ടൈം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ യങ്സ്റ്റേഴ്സിന് എപ്പോഴും ആ ഒരു പൊട്ടൻഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാം, അതിൽ ഫെയിലിയറായി അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം, പിന്നെ പുതിയൊരു ഇതിലോട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ടൈമുണ്ട്. ഇത് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുമ്പോഴും നമ്മളുടെ ആ കറക്ഷണൽ ടൈം അഡ്വാൻറ്റേജ് പോവാം. പിന്നെ നമ്മുടെ ഏഷ്യൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇതുപോലുള്ള ഒരുപാട് ബിസിനസ് ഐഡിയാസ്, റെസ്റ്റോറൻറ്റ് ഐഡിയാസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉള്ള ആളുകളാണ് മെജോറിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ പറയുന്ന ഐഡിയാസിനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്യുക. ചലഞ്ചസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു ഭാഗമല്ല. ഇനി എനിക്കും ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. 2018-17 കാലഘട്ടത്തിലാണ് ഞാൻ കാനഡയിലോട്ട് വരുന്നത്. ഏകദേശം 2020 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ അത്യാവശ്യം ഡിഷ് വാഷിങ്ങും അങ്ങനെയുള്ള ഒരു ജനറൽ ജോബിലാണ് ഞാൻ ചെയ്തു വന്നത്. അപ്പോൾ 2020 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റെസ്റ്റോറൻറ്റുകളുടെ മാനേജ്മെൻറ്റ് 1-2 റെസ്റ്റോറൻറ്റുകളുടെ എടുക്കുകയുണ്ടായി. അപ്പോൾ ആദ്യത്തെ വർക്കിൽ നിന്നും 2 വർഷം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് ഫുഡ് പുറത്തേക്ക് പോകുന്നിടത്തോളം കാലം നമ്മൾ ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം മേടിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഒരു ക്യാഷ് ഫ്ലോ നടക്കും, കാരണം ആർക്കും വിശക്കാതിരിക്കുന്ന ഒരു ആസ്പെക്റ്റ് ഇല്ല. അപ്പോൾ ശരിയാണ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഫ്രാഞ്ചൈസി ആയിരുന്നില്ല, ഒരു ഇൻഡിപെൻഡൻ്റ്ലി ഓൺഡ് ഒരു സ്ഥാപനമായിരുന്നു. അപ്പോൾ ആ സ്ഥാപനത്തിലെ വർക്കിംഗ് പ്രൊസീജിയറുകളെന്ന് പറയുന്നത്, ക്യാഷ് ഫ്ലോ വരുന്നു, അതിൽ ക്യാഷായിട്ടും കാർഡായിട്ടും പേയ്മെൻറ്റുകൾ വരുന്നു, ചെക്ക് ഷീറ്റ് ലാസ്റ്റ് നമ്മൾ നോക്കുന്ന ടൈമിൽ പ്രോഫിറ്റാണ് മേജർ ടൈമിലും ഉണ്ടാകുന്നത്. പെർ ഡേ സെയിൽസ് മോർ ദാൻ ഒരു $5,000-6,000 മീതെ സെയിൽ വരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. എഞ്ചിനീയറിംഗ് ഫീൽഡിലായിട്ടുള്ളൊരു ഞാൻ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ കുറച്ച് നാൾ ഫെമിലിയർ ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇതിൽ ക്യാഷ് ഫ്ലോ ഉണ്ട്, നല്ല രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ 2020 ഞാൻ 1-2 റെസ്റ്റോറൻറ്റുകളുടെ മാനേജ്മെൻറ്റ് എടുത്തു. അപ്പോൾ അതൊരു ഫ്രാഞ്ചൈസീസ് ആയിരുന്നു. ആദ്യം ഉണ്ടായിരുന്നത് ഇൻഡിപെൻഡൻ്റ്ലി ഓൺഡ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഫ്രാഞ്ചൈസീസിലേക്ക് വന്നപ്പം ഇവിടുത്തെ ലീഡിംഗ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസീസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ് തന്നെയാണ് പ്രോഫിറ്റബിൾ ആണെന്ന് മനസ്സിലാക്കിയാണ് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വന്നത്. പക്ഷേ ഫ്രാഞ്ചൈസി എടുത്തപ്പോഴാണ് അതിൻ്റെ ഉള്ളിലെ ചാലഞ്ചസ് മനസ്സിലായി തുടങ്ങിയത്. നിങ്ങൾ എന്താ പറയുക, ലോയൽറ്റി ഫീസ് കൊടുക്കേണ്ടി വരും, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കൊടുക്കേണ്ടി വരും, എന്നാ പറയുക, അൺഫോർസീൻ ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസസ് വരുമ്പോൾ അതിനെ മീറ്റപ്പ് ചെയ്യേണ്ടി വരും. ഇനി അതിന് പുറമെ റെസ്റ്റോറൻറ്റുകളിൽ, ഇപ്പം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണ്, ഒരു വ്യക്തി റെസ്റ്റോറൻറ്റിനുള്ളിൽ തെന്നി വീണു. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സിനാരിയോ ആണ്, നമുക്ക് പലർക്കും ഫെമിലിയർ ആയിരിക്കാം. തെന്നി വീഴുന്നു. അപ്പോൾ ആ തെന്നി വീണ വ്യക്തി 6 മാസം കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിനെതിരെ സൂ ചെയ്തു. സൂ ചെയ്ത ആസ്പെക്റ്റിൽ സംഭവിച്ചത് ഒരു ഹ്യൂജ് ലയബിലിറ്റിയാണ് റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഇൻസിഡൻറ്റ് മൂലം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് മാത്രമല്ല, അതിൽ ഇങ്ങനെയുള്ള ആസ്പെക്ട്സ്, ഇതൊന്നും എൻ്റെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടായിരുന്നൊരു കാര്യമല്ല. അതിനുശേഷം എംപ്ലോയീസ് തെന്നി വീഴുന്നു. എംപ്ലോയീസ് തെന്നി വീഴുമ്പോൾ അവർക്കുണ്ടാകുന്ന ഡാമേജസിന് വർക്ക് ചെയ്തില്ല എങ്കിൽ പോലും ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ശരിയാണോ? തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കുന്നത്. എന്ന് വെച്ച് ഈ ബിസിനസ്സിന് പ്രോഫിറ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നമ്മൾ ഇങ്ങനെയുള്ള ബിസിനസ്സിന് പ്രോഫിറ്റ് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു നല്ലൊരു പിക്ചറൈസേഷൻ ഉണ്ടാവണം. ചലഞ്ചസ് ഉണ്ടാകും, അതിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ
അപ്പോൾ എൻ്റെ ആ ഒരു പിക്ചറിലെ ഒരു ഫൈനൽ പോയിന്റിലേക്ക് ഞാൻ എത്തി. ഇപ്പോൾ ഏകദേശം 2-2.5 വർഷം കൊണ്ട് ഞാൻ റെസ്റ്റോറൻറ്റ് ഫീൽഡുകൾ മുഴുവൻ സ്റ്റോപ്പ് ചെയ്ത് മാറി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നോക്കിയാലും എല്ലാ ആളുകളും പുതിയ റെസ്റ്റോറൻറ്റുകൾ വരുന്നു. ഞാൻ ആ ഒരു പോയിന്റിലോട്ട് വരുമായിരുന്നു. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ് എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. ഈ റിസർച്ചിലെല്ലാം വരും. ഇപ്പോൾ ബിബിൻ ഇപ്പോൾ 2020 സിനാരിയോ വെച്ചിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ സിനാരിയോ ആയിരിക്കത്തില്ല ഇപ്പോൾ. അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആകും. നമ്പർ ഓഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സപ്ലൈ, എത്ര ഹോട്ടൽസ് ഉണ്ട്, എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. അതിപ്പം ബിബിനിപ്പം എനിക്കും എക്സാക്ട്ലി ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ എക്സ്പീരിയൻസ് വന്നപ്പോഴേക്കും എനിക്കും ആ ഒരു പിക്ചർ മനസ്സിലായി. ഇനി ഇതിന് പുറമെ നിലവിലെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും ഈ തുടങ്ങി വരുന്ന റെസ്റ്റോറൻറ്റുകൾക്കും അവിടെയുള്ള ഓണേഴ്സിനും ഉണ്ട്. ഇതെല്ലാ ഫീൽഡുകളിലും, ഇപ്പോൾ ട്രക്കിംഗ് ഇൻഡസ്ട്രി ആണെങ്കിലും ബാക്കിയുള്ള ബാക്കിയുള്ള ട്രക്കിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ ഓണേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകും. ശരിയാണോ? അങ്ങനെയാണ് അല്ലേ? മനസ്സിലായല്ലോ. അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. യു ആർ എ ന്യൂ കമർ, യു ആർ ന്യൂ ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ ബിസിനസ്. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഐ എം ജസ്റ്റ് ട്രൈയിങ് ടു ഫാബ്രിക്കേറ്റ് വിത്ത് യുവർ സിനാരിയോ. അതായത് അപ്പോൾ നിലവിലുള്ള ആളുകൾ മൂലം നിങ്ങൾ പുതുതായിട്ട് തുടങ്ങിയ ബിസിനസ് ഓണേഴ്സിന് ചലഞ്ചസ് ഉണ്ടാകാറുണ്ടോ? ബേസിക്കലി ഇപ്പോൾ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയും നമുക്ക് ബാക്കിയുള്ള ഇൻഡസ്ട്രിയും അങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കോമണൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരേ രീതിയിലല്ല അതിൻ്റെ പാറ്റേൺ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു മൂവിങ് കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദർ ഇസ് കോമ്പറ്റീഷൻ. അടുത്തുള്ള ആൾക്കാർ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. അത് വേറൊരു റെസ്റ്റോറൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ യെസ്, അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതേസമയം ചില ട്രക്കിംഗ് പോലത്തെ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺട്രാക്ട് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ ഒരു കമ്പനി വേറൊരു കമ്പനിയെ തമ്മിൽ അറിയണമെന്ന് പോലും ഇല്ല. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു $1 ഒരു പെർ ഡെലിവറി അല്ലെങ്കിൽ ഒരു പെർ ട്രാൻസാക്ഷൻ എടുത്തു. ഇപ്പുറത്തെ വശത്ത് ഒരാൾ 80 cents അത് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നോർമലി ബിസിനസ്സസ് വിൽ ഗോ. ആ ഒരു ആസ്പെക്ട് തന്നെയാണ് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കോമ്പറ്റീഷൻ. നമുക്കൊരു കമ്പനി ടു കമ്പനി അല്ല, ഇറ്റ്സ് നോട്ട് ഹെൽത്തി. അത് ഹെൽത്തി ആയിട്ടെന്നുള്ള കാര്യമല്ല പറയുന്നത്. പക്ഷേ നമുക്കൊരു വേറൊരു കമ്പനി എന്നുള്ള ഡയറക്റ്റ് അറ്റാക്ക് അല്ല അത്. ഇറ്റ്സ് എ കോമ്പറ്റീഷൻ വിത്തിൻ ദ ഇൻഡസ്ട്രി. പക്ഷേ അത് ഇൻഡസ്ട്രിയിൽ നിന്ന് അത് മാറ്റം വരും. ഇപ്പോൾ ഒരു ഹോട്ടലാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ ഒരു ചെറിയ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് ഇതും വരും. കാരണം അവർക്ക് ഇപ്പോൾ ഫോൾസ് ആയിട്ടുള്ള ഇത് കൊടുക്കാം, അവരുടെ ഇത് ശരിയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അത് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ നല്ല ജെന്യൂനായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഓഫ് കോഴ്സ്. ബട്ട് ഇങ്ങനെയുള്ള ചലഞ്ചസ് ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഇങ്ങനെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പിന്നെ സപ്ലയേഴ്സിൽ നിന്ന് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല സിനാരിയോസ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം, റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ഈസ് ലിറ്റിൽ ഹാർഡ് ഫോർ മീ. കാരണം അത് ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്കും ആവാം. ഞാനിത് ഒരു ജനറലൈസ്ഡ് ചെയ്ത് പറയുന്നതല്ല. ബട്ട് ദർ ആർ ചലഞ്ചസ്. ബട്ട് അതിൽ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് വരുന്ന ആളുകളുണ്ട് ബിസിനസ് ചെയ്യുമ്പം. പക്ഷേ ദ സോൾ പോയിന്റ് വാട്ട് വി ആർ ട്രൈങ് ടു കൺവേ ഈസ്, നിങ്ങൾക്ക് ബിസിനസ് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാനും മുന്നോട്ട് ചെയ്യാനുമുള്ള ആസ്പെക്റ്റുകൾ നിങ്ങൾ ഷോപ്പ് അറൗണ്ട് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. പല ആളുകളിൽ നിന്നും, ബിസിനസ് ഓണേഴ്സിൽ നിന്നും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്ന ആളുകളിൽ നിന്നും നിങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി. ശരിയല്ലേ? ശരിയാണ്. ആ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇറ്റ്സ് ഗുഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്, ഗിവ് ഇറ്റ് എ ട്രൈ. അതിലൊരു വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ്ഡ് ആണെന്നുണ്ടെങ്കിൽ തിങ്ക് ട്വൈസ്. വാട്ട് ഡു യു സേ അബൌട്ട് ദാറ്റ്? അത് ശരിയാണ്. നമ്മൾ ആ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒരു കോൺസെപ്റ്റ് അല്ല, എൻ്റെ ഒരു സജഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വലിയ റിസ്ക് ഉണ്ട്. പക്ഷേ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഒരു സ്മോൾ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ വേറെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവഞ്ച്വലി ആ ബിസിനസ്സിലോട്ട് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു വലിയ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒരു ഗോസ്റ്റ് കിച്ചൺ പോലത്തെ സംഭവങ്ങൾ തുടങ്ങുക. എന്നിട്ട് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കിയിട്ട് നിങ്ങൾ വലിയ റെസ്റ്റോറൻറ്റിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ പോയിട്ട് ഒരു 50 വണ്ടി 100 വണ്ടി എടുക്കാതെ യു സ്റ്റാർട്ട് ഫ്രം ഒരു വണ്ടിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് യെസ്. അപ്പോൾ നമുക്ക് അതിന് കറക്റ്റ് കാൽക്കുലേഷനും ഇതെല്ലാം. അതെനിക്ക് തോന്നുന്നൊരു നല്ലൊരു ടിപ്പാണ്.
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്, ഒരു സിംഗിൾ പോയിന്റിൽ തുടങ്ങുക, പിന്നീട് മുന്നോട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു പിക്ചർ ഞങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സജഷൻ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാനായിട്ട്? അതെ, നമ്മൾ ഇത്ര നേരമുള്ള സംസാരത്തിലെല്ലാം പോയിന്റ് ചെയ്യുന്നത് എല്ലാവരും ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു തോട്ട് പ്രോസസ്സ് ചെയ്യണം. അതിനെ എങ്ങനെ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഒരു എഫർട്ട് നമ്മൾ സ്വയമായിട്ട് ചിന്തിച്ച് എങ്ങനെ നമുക്കൊരു പുതിയതായിട്ടൊരു പുതിയ ഐഡിയ ഒരു ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്യാമെന്നതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും ചിന്തിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള ഐഡിയ. പിന്നെ എന്തെങ്കിലും പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഐഡിയ കാണത്തില്ല, ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം, ഇതെങ്ങനെ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ കമൻ്റ് അടിക്കുകയോ ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അറിയാവുന്ന ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് എപ്പോഴും പ്രൊഫഷണൽ അഡ്വൈസേഴ്സിന് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. അതിനൊരു $10 അഡീഷണൽ ചിലവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്വൈസ് ഇറ്റ് വർത്ത് വാല്യൂ. കാരണം 5-10 വർഷം കഴിഞ്ഞല്ല നിങ്ങൾ അന്ന് ചെയ്ത മിസ്റ്റേക്കിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഫീൽ ചെയ്യേണ്ടത്. അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. സോ ഷോപ്പ് അറൗണ്ട് ആൻഡ് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഐഡിയാസൊക്കെ ഉള്ള ആളുകൾ അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ആസ്പെക്ട്സും നോക്കുക. സോ വിത്ത് ദാറ്റ് ബീയിങ് സെഡ്, താങ്ക് യു ഓൾ ഫോർ ഹിയറിംഗ് us. താങ്ക് യു.